ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 1964 പിളർന്നു. ആ പിളരാനുണ്ടായ സാഹചര്യം ഇന്ന് നമ്മൾ അതിൻ്റെ 60ാം വർഷത്തിലെത്തി നിൽക്കുമ്പോൾ ഒന്ന് വിശദമായിട്ട് സംസാരിക്കാൻ പറ്റുന്ന വിഷയമാണ്. അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് മൊത്തത്തിൽ ഇന്ത്യയിൽ ഒരു പരിഹാസ സംഘടനയാണ്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇനി ഇന്ത്യ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് അല്പസ്വല്പം തമാശയുടെ അല്ലാതെ വേറൊന്നും ആലോചിക്കാൻ പറ്റില്ല. 100 വർഷത്തോളമാകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 40ാം വയസ്സിൽ രണ്ടായി പിളർന്ന് ഇപ്പോൾ പല പല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിന്നീട് ഇന്ത്യയിൽ വരികയും CPI തന്നെ നിലനിർത്തുകയും ഇപ്പോൾ CPIയും CPMും ഫോർവേഡ് ബ്ലോക്കും എല്ലാം ഇടതുമുന്നണി എന്ന് പറഞ്ഞ് കുറേ കാലം പരീക്ഷണങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തു. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രസക്തി എന്താണ്? പിളർന്നതിന് ശേഷം അത് വളരുകയാണോ ചെയ്തത്, അതോ തളരുകയാണോ ചെയ്തത്? ആഗോളമായി തന്നെ കാലഹരണപ്പെടുകയാണ് ചെയ്തത് പ്രത്യയശാസ്ത്രം. അത് മറ്റേ ശീതയുദ്ധകാലത്ത് അമേരിക്ക, സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞിട്ട് സോവിയറ്റ് യൂണിയനിൽ നിന്ന് ഇവിടെ സഹായങ്ങളൊക്കെ പലതരത്തിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. കോൺഗ്രസ് അതിനെ പിന്തുണച്ചും കൊണ്ടിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയൻ ഗോർബച്ചേവ് പിരിച്ചുവിട്ടതോടുകൂടി തീർത്തും അപ്രസക്തമായി, രാഷ്ട്രീയമായി പോകും. പ്രത്യയശാസ്ത്രം നേരത്തെ തന്നെ അപ്രസക്തമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങൾ എന്ന് പറഞ്ഞ് പല സ്ഥലത്തും പലതരത്തിലാണ് ഇത് വ്യാഖ്യാനിക്കപ്പെട്ടത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്തിൽ ഭരിച്ചിരുന്നോ അവിടെയൊക്കെ ഏകാധിപതികളാണ് ഉണ്ടായിരുന്നത്. ഏകാധിപതികളെ ഇതുപോലെ സൃഷ്ടിച്ച വേറൊരു പ്രത്യയശാസ്ത്രം ഈ മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ട് പറ്റുന്നതാണ്. ശരിക്കും താഴെ നിന്നാണ് കെട്ടിപ്പടുക്കേണ്ടത്, പ്രോലിറ്റേറിയറ്റ് അല്ലേ, തൊഴിലാളികൾ. പക്ഷെ ഇത് മുകളിൽ നിന്ന് കെട്ടിപ്പടുക്കുന്ന പ്രസ്ഥാനമാണെന്ന് പാർട്ടി പരിപാടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുകളിലുള്ള ആളെ, പ്രമാണിയെ അംഗീകരിച്ചു വേണം താഴേക്കിടയിലുള്ള സഖാക്കളൊക്കെ പോവാൻ. അതാണ് അതിൻ്റെ ആശയം. ഇത് ഇന്നലെയായിരുന്നു ഷഷ്ടിപൂർത്തി. 1964 ഏപ്രിൽ 11 പിളർപ്പിൻ്റെ ഷഷ്ടിപൂർത്തി. അതെ, പിളർപ്പിൻ്റെ ഷഷ്ടിപൂർത്തി. പക്ഷെ അത് ആരും കൊണ്ടാടിയില്ല. അവർക്ക് ആർക്കെങ്കിലും, കാരണം MP ഗോവിന്ദൻ സൈദ്ധാന്തികനല്ലേ, അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു സൈദ്ധാന്തികമായ വ്യാഖ്യാനമൊക്കെ ചമച്ച് ഇത് നമ്മൾ ഈ പിളർപ്പ് നമുക്കുണ്ടായ അങ്ങനെയാണല്ലോ CPM ഉണ്ടാവുന്നത്, MP ഗോവിന്ദൻ്റെ പാർട്ടി ഉണ്ടാവുന്നത്. അല്ല, ഞാൻ അപ്പോഴൊന്ന് ചോദിച്ചോട്ടെ ഇടപെട്ട്. ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും എങ്ങനെ 2 3 പല പാർട്ടികളാകുന്നു? തിയറി ബുക്ക് ഒന്നാണ്, ആശയം ഒന്നാണ്. ഒരേ ആശയത്തിൻ്റെ പേരിൽ പല രാഷ്ട്രീയ പാർട്ടി ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഖുർആൻ ഒന്നല്ലേ ഉള്ളൂ, ധാരാളം ഇസ്ലാമിക ക്രിസ്ത്യാനിറ്റി, ബൈബിൾ ഒന്നേ ഉള്ളൂ. ഷിയ ഉണ്ട്, അഹമ്മദിയ ഉണ്ട്, പിന്നെ SDPI വരെയുള്ള പ്രസ്ഥാനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇതിൽ റിയൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് എന്ന ആശയത്തിൽ നിന്നാണോ ഈ പല പ്രസ്ഥാനങ്ങളുണ്ടാകുന്നത്? ഞങ്ങളാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണെങ്കിൽ RSPയുടെ പ്രസക്തി എന്താണ്? ഈ ട്രോട്സ്കി ഗ്രൂപ്പ്, ബോൾഷെവിക് വിപ്ലവത്തെ പിന്തുടരുന്നവരും അതിനെ എതിർക്കുന്നവരും, ഇങ്ങനെ പലതരം അഭാന്തര വിഭാഗങ്ങൾ പല പ്രസ്ഥാനങ്ങളെയും സംഭവങ്ങളെയും മെൻഷെവിക്കുകളും അവിടെ റഷ്യയിൽ തന്നെ ഉണ്ടായിരുന്നു. മെൻഷെവിക്കുകളുടെ കൂട്ടത്തിലായിരുന്നു ജൂതന്മാർ കൂടുതൽ. അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. ആ ഒരു പ്രശ്നം മറ്റേ ജൂതന്മാരെ വംശഹത്യ സ്റ്റാലിൻ ചെയ്ത, അത് കാറൽ മാർക്സ് ജൂതനായതുകൊണ്ടാണ്. ജൂതനായ ട്രോട്സ്കി ജൂതനാണ്. അപ്പോൾ മറ്റേ സിനോവീവ് കാമനേവ് എന്ന് പറഞ്ഞ പോളിറ്റ് ബ്യൂറോയിലെ വലിയ ലെനിൻ്റെ കാലത്തെ അംഗങ്ങൾ 2 പേരും ജൂതന്മാരാണ്. അപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ മെൻഷെവിക്കുകളുടെ കൂട്ടത്തിലൊക്കെ ജൂതന്മാരായിരുന്നു കൂടുതൽ എന്നൊക്കെയുള്ള പൈതൃകമൊക്കെ വെച്ചിട്ടാണ് ഈ ജൂത വംശഹത്യയിലേക്കൊക്കെ മറ്റേ സ്റ്റാലിൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ പറഞ്ഞത് ഹിറ്റ്ലർ നടത്തിയ ജൂത വംശഹത്യയെ പറ്റി മാത്രമാണ്, സ്വന്തം പാർട്ടിക്കാർ ചെയ്തതിനെ പറ്റി അദ്ദേഹം പറഞ്ഞില്ല. ഇനി ഈ ഇന്ത്യയിൽ പിളർപ്പിൻ്റെ കാരണത്തിലേക്ക് പോയാൽ പലപ്പോഴും ഈ EMS ഒക്കെ പിൽക്കാലത്ത് വ്യാഖ്യാനിച്ചിട്ടുള്ളത് ഈ കോൺഗ്രസുമായിട്ടുള്ള ബന്ധം, അതാണ് ഈ പിളർപ്പിന് പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണ് സഖാക്കളൊക്കെ ധരിച്ചു വച്ചിരിക്കുന്നത്. പക്ഷേ
പാർട്ടി രേഖകൾ ധാരാളം പരിശോധിച്ചപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത് അങ്ങനെയല്ല. ചൈനയുമായിട്ടുള്ള ബന്ധം അതാണ് അതിലൊരു ഡിസിസീവ് ഫാക്ടറായിട്ട് വരുന്നത്. എന്താന്ന് വെച്ചാൽ 2 കൊല്ലത്തോളം ഈ വിഭാഗീയത ഈ മുറുകണമല്ലോ വളരാൻ വേണ്ടി. ആ മുറുക്കം 1962-ലും 62-ന് മുമ്പും ഒക്കെ നടക്കുന്നുണ്ട്. ആ മുമ്പ് നടക്കുന്ന കാര്യത്തിൽ കോൺഗ്രസ് ഒരു ഘടകമാണ്. കാരണം നെഹ്റുവിനോടുള്ള സമീപനം, നെഹ്റുവിൻ പറയുന്ന അനുസരിച്ചിട്ടാണ് പാർട്ടി ജനറൽ സെക്രട്ടറി PC ജോഷി നടന്നുകൊണ്ടൊക്കെ ഇരുന്നത്. അദ്ദേഹം പറയുന്ന പോലെയാണ്. കാരണം സോവിയറ്റ് യൂണിയന്റെ ഒരു ഉപഗ്രഹ പാർട്ടി ആയിട്ടാണ് കോൺഗ്രസിനെ നെഹ്റു കൊണ്ടു കിടന്നിരുന്നത്. കോൺഗ്രസിനെ ആയിരുന്നു കൂടുതൽ വിശ്വാസവും. കാരണം ഇന്ത്യ ഭരിക്കുന്ന ആൾ അദ്ദേഹത്തിന് വിശ്വസിച്ചാൽ മതിയല്ലോ സോവിയറ്റ് യൂണിയൻ. മാത്രമല്ല ഈ 10ാം വാർഷികത്തിന്, മഹത്തായ ഒക്ടോബർ വിപ്ലവത്തിന്റെ 10ാം വാർഷികത്തിന് നെഹ്റു കുടുംബസമേതം അവിടെ പോയിരുന്നു. അക്കാലത്ത് പ്രഭുതയിലൊക്കെ ആ കുടുംബത്തിന് പറ്റി വന്നിട്ടുള്ള പുകഴ് 1927 ആയിരിക്കുമല്ലോ. അതെ അതെ. അതിനു മുമ്പ് ബ്രസൽസിൽ നടന്ന ആഗോള തൊഴിലാളി സമ്മേളനത്തിലും സോവിയറ്റ് യൂണിയന്റെ ക്ഷണം അനുസരിച്ചിട്ട് നെഹ്റു പങ്കെടുത്തിരുന്നു ബ്രസൽസിൽ. മാത്രമല്ല ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഈ സോവിയറ്റ് യൂണിയനിൽ പോയപ്പോൾ രാജകീയ സ്വീകരണമൊക്കെ ആയിരുന്നു. പ്രഭുതയിൽ എല്ലാ ദിവസവും വാർത്തയൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് നെഹ്റു ഈ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഒക്കെ എഴുതിയെന്നാണ് പറയുന്നത്. അദ്ദേഹം സോവിയറ്റ് യൂണിയനെ പറ്റി ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഈ സന്ദർശനം കഴിഞ്ഞിട്ട്. സോവിയറ്റ് യൂണിയൻ മഹത്തായ രാഷ്ട്രമാണ്, ലെനിനെ പോലൊരു മഹാനായ ഭരണാധികാരിയെ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ അടുത്ത കാലത്ത് ഞാൻ എടുത്ത് നോക്കി ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഈ സോവിയറ്റ് യൂണിയനെ പറ്റിയിട്ടുള്ള പുസ്തകം 100-125 പേജേ വരുള്ളൂ. ലെനിൻ മരിച്ച ശേഷമായിരിക്കും. അല്ല, അതിനു മുമ്പ് തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് അവർ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. കാരണം ലെനിന് തന്നെ അപകടമൊക്കെ പറ്റിയല്ലോ. ലെനിനെ 1924 ലെനിൻ മരിക്കുമ്പോൾ അത്ര സുഖകരമായിട്ടല്ല മരിക്കുന്നത്. ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ഭയങ്കര വഷളായിരുന്നു. ക്രോൺസ്റ്റാറ്റ് കലാപം, പിന്നെ ക്ഷാമം, പോളണ്ടുമായിട്ടുള്ള യുദ്ധം, ടാംബോ കലാപം എന്ന് പറഞ്ഞിട്ട് കർഷകർ മുഴുവൻ ഇവർക്ക് നേരെ തിരിയുന്നത്. കാരണം നഗരങ്ങളെ മുഴുവൻ തീറ്റിപ്പോറ്റാനായിട്ട് അവിടെ കർഷകർ തമ്പോ എന്ന് പറയുന്ന സ്ഥലത്ത് കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വിളകളിൽ മുഴുവൻ ഇവിടെ ഈ ലവി കൊടുക്കുന്നില്ലേ ശമ്പളത്തിൽ നിന്നൊക്കെ പാർട്ടി അംഗങ്ങൾ എന്ന് പറഞ്ഞ പോലെ അവിടെ അവര് കൊയ്യുന്ന നെല്ലിന്റെ ഒക്കെ സിംഹഭാഗം 60% പാർട്ടിക്ക് കൊടുക്കണം, നഗരത്തിന് തീറ്റിപ്പോറ്റാൻ എന്ന് പറഞ്ഞിട്ട് ലെനിന്റെ ഉത്തരവുണ്ടായിരുന്നു. അതിനെതിരെ അവിടുത്തെ സഖാക്കൾ പൊട്ടിത്തെറിച്ചു. അങ്ങനെ ധാരാളം ലക്ഷക്കണക്കിന് സഖാക്കളെ അവിടെ കൊന്നൊടുക്കി എന്നുള്ളതാണ്. അത് സ്റ്റാലിന്റെ നേതൃത്വം വന്നപ്പോഴല്ലേ? അല്ല, അതിനു മുമ്പ് ലെനിനുള്ളപ്പോ നടന്ന ഈ സംഭവങ്ങൾക്കാണ് റെഡ് ടെറർ എന്ന് പറയുന്നത്. ഞാനീ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ലെനിനുള്ളപ്പോഴാണ് നടക്കുന്നത്. ഇന്ത്യയിലെ പാർട്ടി വളർന്നത് കോൺഗ്രസിനോടുള്ള സമീപനത്തെ ചൊല്ലിയുള്ള ഭിന്നതയല്ല. ചൈനയെ പിന്തുടരണോ സോവിയറ്റ് യൂണിയനെ പിന്തുടരണോ എന്നതാർക്കാണോ? അതുമല്ല. 1962 ഒക്ടോബറിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചു. ആക്രമിച്ചപ്പോ നമ്മൾ ആരുടെ കൂടെ എന്നുള്ളതാണ് വിഷയം. ഇന്ത്യയുടെ കൂടെയാണോ നമ്മൾ നിൽക്കേണ്ടത്, ചൈനയുടെ കൂടെ? അപ്പോൾ എസ് എ ഡാംഗയെ പോലെയുള്ള കുറച്ച് ആളുകൾ, രാജേശ്വർ റാവു തുടങ്ങിയ ആളുകൾ ഇന്ത്യയോടൊപ്പം, ദേശീയതയോടൊപ്പം, നെഹ്റുവിന്റെ കൂടെ. ചൈന ചെയ്തത് പോക്കൃത്തരാണ് എന്നുള്ള ചൈനയെ അപലപിക്കുന്നതിലാണ് ഈ ഭിന്നത പ്രധാനമായും വന്നത്. ചൈനയെ അനുകൂലിക്കുന്നവരാണ് ഇടത് ചേരി. അവരെയാണ് പിന്നെ പിൽക്കാലത്ത് അന്ന് രാഷ്ട്രീയ ശത്രുക്കൾ ചൈനീസ് ചാരന്മാർ എന്ന് പറഞ്ഞത്. അത് തന്നെ. അപ്പോൾ ഡാങ്കെ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചൈനയെ എതിർത്തു, നെഹ്റുവിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഒരുപക്ഷെ ഡാങ്കയുടെ കൂടെ തന്നെ ചൈനയെ വിമർശിച്ച ഒരാളാണ് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവിയായ ഇസഡ് അഹമ്മദ്. അദ്ദേഹം സാഹിത്യം ഒക്കെ ശീലം ഉണ്ടായിരുന്ന ഒരാളാണ്. അവരുടെ അന്നത്തെ പൂക്കാസായുടെ ഒക്കെ സംഘാടകനൊക്കെയാണ് ഇസഡ് അഹമ്മദ്. അപ്പോൾ ഒരു ചോദ്യം, അന്ന് ഈ പിളരുന്ന
നിർണായകമായ യോഗത്തിൽ, അത് തെലുങ്കാനയിലാണോ ബോംബെയിലാണോ നടന്നതെന്നറിയില്ല, അവിടുത്തെ അത് ഇറങ്ങിപ്പോരുന്ന 62 പേരിൽ ഒരാളാണ്, 32 പേരിൽ ഒരാളാണ് VS അച്യുതാനന്ദൻ എന്ന് പറയും. അപ്പോൾ അത് ഇന്ന് ജീവിച്ചിരിക്കുന്നത് അദ്ദേഹം മാത്രമാണ്. അപ്പോൾ അന്ന് അങ്ങനെ പിളരുന്നതിൽ ഈ 32 പേരേ ഉണ്ടായിരുന്നുള്ളൂ സോവിയറ്റ് പക്ഷത്തെ എതിർക്കുന്നവർ. ചൈന പക്ഷത്തെ അനുകൂലിക്കുന്നവരാണല്ലോ ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ സോവിയറ്റ് പക്ഷത്തോടൊപ്പം ചേർന്ന ഡാങ്കെ ആൻഡ് അതേഴ്സ്, അപ്പോൾ അവർ ആണ് CPI ആയിട്ട് നിലനിന്നു, ഇപ്പോഴും അവർ നിലനിൽക്കുന്നു. എന്നിട്ട് ഏത് ഘട്ടത്തിൽ വെച്ചാണ് ഇവരുടെ രണ്ടിൻ്റെയും നയം ഒന്ന് കേന്ദ്രീകൃത ജനാധിപത്യവും മറ്റൊന്ന് ജനകീയ ജനാധിപത്യവുമായത്? അപ്പോൾ ആ നിലയിലാണ് ഇപ്പോൾ CPIയും CPMും നിൽക്കുന്നത്. അപ്പോൾ ഇപ്പോഴും അത് അതേപോലെ തുടരുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തമ്മിലെ യോജിപ്പ് എവിടെ, അകൽച്ച എവിടെ? അല്ല, ഈ EMS ഈ രണ്ടും കൂടി ലയിക്കണം എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ ഈ NE ബാലറാം, C ഉണ്ണിരാജ ഇവരെഴുതിയ ലഘുലേഖകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. MN സ്മാരകത്തിൽ നിന്ന് എപ്പോഴും ലയിക്കാൻ തയ്യാറാണ്. എന്താന്ന് വെച്ചാൽ അവർക്ക് ഈ സ്വത്തുവകകൾ അല്ല, AKG സെന്ററിൽ ഇവർക്കൊരു കസേര കിട്ടണം. ആ കസേര ഇടാനുള്ള മടിയാണ് എതിർപ്പിനുള്ള ഏറ്റവും എപ്പോഴും EMS അതിനെ എതിർത്തുകൊണ്ടിരുന്ന EMSന്റെ ലഘുലേഖകളും ഒക്കെ വരുമ്പോ അദ്ദേഹം പറയുന്നത് അന്നത്തെ ഈ പിളരുമ്പോഴത്തെ നിലപാട് അതെങ്ങനെ തിരുത്തി എന്ന് CPI വ്യക്തമാക്കണം. അതുകൊണ്ട് ഇപ്പോഴും നയപരമായ വ്യതിയാനങ്ങളുണ്ട്, തുടരുന്നുണ്ട്. ആവർത്തിച്ച് പറയുമായി പിളർപ്പിന് ആധാരമായ കാര്യങ്ങളിൽ അവർ ഈ PJ ജോസഫിനോട് പള്ളിയെ തള്ളി പറഞ്ഞിട്ടൊക്കെ വരാൻ പറഞ്ഞ പോലെ അന്നത്തെ ഞങ്ങളെടുത്ത നിലപാട് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവർ മാപ്പ് പറയണം എന്ന് പറഞ്ഞിട്ടാണ്. സത്യത്തിൽ ആ നയവ്യതിയാനത്തിന്റെ പ്രശ്നമൊന്നും അല്ലല്ലോ ഇപ്പൊ ഈ ലയിക്കാനുള്ള പ്രശ്നം. ഞാൻ ഈ പറഞ്ഞില്ലേ, സ്വത്തുവകകൾ വീതിക്കുന്നതിലുള്ള പ്രശ്നമാണ്. അതുപോലെ അധികാര സ്ഥാനങ്ങൾ, പദവികള്, പണം. അല്ല, അതിൽ ഒരു പാർട്ടി വലിയൊരു ധന കേന്ദ്രീകൃത പ്രസ്ഥാനമായി വളരുകയും മറ്റൊന്ന് ശുഷ്കിച്ച് പന്ന്യൻ രവീന്ദ്രൻ ഒരു വീട് പോലും ഇല്ല എന്ന് പറയുന്നു. ആ തരത്തിലാകുകയും ചിദംബരാണെങ്കിൽ CPMന് 4500 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ പത്രം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഡെയിലി എഡിറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം അന്ന് അതിന്റെ മെയിൻ സ്റ്റോറി കൊടുത്തത്. ഈ പിളർപ്പിലേക്ക് തിരിച്ചു പോയാൽ പിന്നെ ഇസഡെ അഹമ്മദ് എതിർത്തല്ലോ മറ്റേ ചൈനയുടെ ആക്രമണത്തിന്. അപ്പോൾ ഇസഡെ അഹമ്മദ് അന്ന് വളരെ അറിയപ്പെടുന്ന ബുദ്ധിജീവിയാണ് പാർട്ടിയിൽ, ഇന്നത്തെ അവസ്ഥയിലല്ല. അയാള് ബൂർഷ്വ ദേശീയവാദിയാണെന്ന് ജ്യോതി ബസു വിമർശിച്ചു. ഇസഡെ അഹമ്മദ് ജനറൽ സെക്രട്ടറി അന്ന് അജയ് ഘോഷാണ്. അജയ് ഘോഷും ആക്രമണത്തിന് തള്ളി ചൈനയുടെ. MN ഗോവിന്ദൻ നായർ, യോഗീന്ദ്ര ശർമ്മ, S.A. ഡാങ്കെ ഇവരൊക്കെ ചൈനയ്ക്കെതിരെയാണ്. EMS അന്ന് നിലപാടെടുത്തിട്ടില്ല എവിടെയാണ് നിൽക്കേണ്ടത് എന്ന്. പാർട്ടിയിൽ തന്നെ നിൽക്കണമെന്നൊക്കെ അദ്ദേഹം സംശയിച്ചിരുന്നു. അദ്ദേഹം ഇന്ത്യൻ എക്സ്പ്രസിന്റെ ലേഖകനാകാൻ പോയി. അതെ, ആകാനുള്ള ശ്രമം നടത്തിയതായിട്ടും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം നിലപാടിലേക്കൊക്കെ വരുന്നത് പിന്നെ കുറെ കഴിഞ്ഞിട്ടാണ്. ശക്തി എവിടെ, ഏത് ഭാഗത്താണെന്നൊക്കെ നോക്കിയ ശേഷമാണ്. AKG ചെന്ന് നിൽക്കുന്ന ഭാഗത്താണ് ജനങ്ങളെന്ന് മനസ്സിലായി. അതെ, അപ്പോൾ അതുകൊണ്ട് എവിടെയാണ് കൃത്യമായിട്ട് താൻ അറിയാത്തത് കൊണ്ടാണ് അദ്ദേഹം ഡൽഹിയിൽ അന്ന് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പത്രസമ്മേളനം നടത്തുന്നത്. നാം നമ്മുടേതെന്നും ചൈനയുടേതെന്നും കരുതുന്ന ഭൂവിഭാഗത്തെ ചൊല്ലിയാണ് തർക്കം എന്ന് പറയുന്നത്. ആ പത്രസമ്മേളനത്തിൽ ആ വാചകം പറയുമ്പോൾ ഡാങ്കെ ആ ഹോളിലേക്ക് കടന്നു വന്നു. കടന്നു ചെന്നിട്ട് അല്ല, ചൈനയുടേതെന്നും ഇന്ത്യയുടേതെന്നും പറയുന്നതായിട്ടാണല്ലോ സഖാവ് പറഞ്ഞത്. സഖാവിന്റെ അഭിപ്രായം എന്താ അത് പറഞ്ഞു എന്ന് പറഞ്ഞു ആ ഹോളിലേക്ക് ചെന്നിട്ട്. അത് പരസ്യമായ ഒരു പ്രകടനമായിരുന്നു അത്. എന്നിട്ട് അദ്ദേഹത്തിന് അതിൽ അഭിപ്രായമൊന്നും പറയാനുണ്ടായിരുന്നില്ല, സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് വന്നിട്ടില്ലല്ലോ. പക്ഷെ അവർ തമ്മിൽ അദ്ദേഹം ഒന്ന് പ്രത്യേക ഒരു സ്ഥാനം ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ചെയർമാൻ ഡാങ്കെ ചെയർമാൻ സ്ഥാനത്താണ്. അവർ തമ്മിലുള്ള നിതാന്ത വൈരത്തിന് ആ വൈരം നിലനിൽക്കുന്നുണ്ട്.
ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ആളുകൾ തമ്മിലുള്ളതുകൊണ്ടാണല്ലോ ഈ സത്യത്തിൽ പിളർപ്പിലേക്കൊക്കെ പോകുന്നത്, ഈ അഭിപ്രായ വ്യത്യാസങ്ങളും വരുന്നത്. അങ്ങനെ ഉണ്ടായി. അപ്പോൾ ഇതിനെപ്പറ്റി പി നാരായണൻ നായർ, നമ്മുടെ KN ബാലഗോപാലിൻ്റെ ഭാര്യയുടെ അച്ഛൻ, അദ്ദേഹം രാജ്യസഭാംഗമായിരുന്നു, അദ്ദേഹത്തിൻ്റെ 5ാം നൂറ്റാണ്ട് നമ്മുടെ പത്രപ്രവർത്തകൻ പ്രഭാകരൻ്റെ പിതാവ്, ആ പിതാവ് K പ്രഭാകരൻ്റെ, അദ്ദേഹം എഴുതിയ ആത്മകഥയിൽ അതിനെപ്പറ്റി പറയുന്നുണ്ട്. ഈ മക്മഹോൻ രേഖ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തിയായിട്ട് അംഗീകരിക്കുന്നതായിട്ട് അന്ന് ജനറൽ സെക്രട്ടറിയായ EMS പാർട്ടിക്കകത്ത് ഉള്ള ചർച്ചകളിൽ പറഞ്ഞിരുന്നു. മക്മഹോൻ രേഖ ഇന്ത്യയുടെ വടക്ക് കിഴക്ക് അതിർത്തിയായിട്ട് അംഗീകരിക്കുന്നു എന്ന് പാർട്ടിക്കകത്തെ ചർച്ചകളിൽ പറഞ്ഞിരുന്നതാണ്. പക്ഷേ 1963 ജനുവരിയിൽ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും കത്തെഴുതിയപ്പോഴും അങ്ങനെ തന്നെ പറഞ്ഞു. പക്ഷെ പിന്നെ ഈ ചൈന ആക്രമിച്ചു കഴിഞ്ഞപ്പോൾ EMS പറഞ്ഞു മക്മോഹൻ രേഖയ്ക്കുള്ള തെക്കുള്ള ഭാഗം ഇന്ത്യയുടേതെന്നും ചൈനയുടേതെന്നും പറയുന്ന ഭാഗമാണ് എന്ന് പറഞ്ഞു. നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറ്റി. എന്നിട്ട് നാരായണൻ നായർ എഴുതുകയാണ്, അങ്ങനെ EMS പറഞ്ഞത് ഞങ്ങളെ സ്തബ്ധരാക്കി. അല്ല, ഇപ്പോഴും അരുണാചൽ പ്രദേശിനെ പറ്റി ഒരു CPM നേതാവിനോട് ചോദിച്ചാൽ, ഇതേപ്പറ്റിയൊക്കെ സംസാരിക്കാൻ കെൽപ്പുള്ള സ്കോളേഡ് ആയിട്ടുള്ളൊരു ആളിനോട് ചോദിച്ചാൽ എന്ത് നിലപാട് പറയും? ആ നിലപാടാണ് നമ്മൾ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഓൺലൈനിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അവർ അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമായിട്ടുള്ള ഭൂപടങ്ങളൊക്കെയാണല്ലോ അച്ചടിച്ചുകൊണ്ടിരുന്നത്. അരുണാചൽ പ്രദേശ് ഇപ്പോൾ പല സ്ഥലത്തും പേരുകൾ മാറ്റിയാലൊക്കെ ഇവർ പോസിറ്റീവായിട്ടാണ് ഇത് അച്ചടിച്ചുകൊണ്ടിരുന്നത്. ഈ ന്യൂസ് ക്ലിക്ക് അത് മറ്റേ വൃന്ദ കാരാട്ടിൻ്റെ അനന്തരവനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിദേശ ഫണ്ടൊക്കെ സ്വീകരിക്കുന്ന, ചൈനീസ് ഫണ്ടൊക്കെ സ്വീകരിക്കുന്ന സ്ഥാപനം. അവരുടെ പത്രസ്വാതന്ത്ര്യത്തെ കുറിച്ചാണ് നമ്മുടെ നെവിൽ റോയ് സിംഗം എന്ന് പറഞ്ഞ ആൾക്ക് ഷാങ്ഹായിലാണ് അദ്ദേഹം താമസം. അദ്ദേഹത്തിന് പ്രകാശക്കാരായിട്ട് ധാരാളം ഇമെയിലൊക്കെ അയച്ചിട്ടുണ്ടല്ലോ. ഞങ്ങളിവിടെ എടുക്കുന്ന പോളിസി ചൈനയുടെ പോളിസി തന്നെയാണ്. നമ്മൾ എന്നാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. അതായത് ചൈനയും ഞങ്ങൾ ഇവിടുത്തെ പാർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാർ എന്നുള്ള നിലയ്ക്കല്ല അദ്ദേഹം ഇമെയിലൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പം അരുണാചലിനെ പറ്റിയിട്ട് അന്ന് ചൈന പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പൂർവികരുടെ കുഴിമാടങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അരുണാചൽ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഗോത്രവർഗ സമീപനമായി പോയില്ലേ. ഞങ്ങളുടെ സ്ഥലമാണത്. ഈ ഗോത്രങ്ങൾ എപ്പോഴും നിലനിൽക്കുന്നത് പൂർവികർക്ക് എന്ത് തോന്നുന്നു, അവരെന്ത് വിചാരിക്കും, ആത്മാവുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ സത്യത്തിൽ പല ഗോത്ര വിഭാഗങ്ങളും ഹിന്ദു മതത്തിൽ തന്നെ നിൽക്കുകയും സത്യത്തിൽ ബ്രിട്ടീഷ് ഡിസൈൻ ഈ ഇവിടെ മുഴുവൻ ആളുകളെ മതം മാറ്റുക എന്നുള്ളത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചാർട്ടറിൽ ഉള്ളതാണല്ലോ. ഈ കച്ചവടം മാത്രമല്ല, അതിൻ്റെ കൂടെ മതം മാറ്റവും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൻ്റെ 60ാം വാർഷികത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് പിന്നെ 1920-ലായാലും 25-ൽ കാൺപൂരിലായാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന CPI രൂപം കൊണ്ടത് കാൺപൂരിലാണ്. അത് 1925 ഡിസംബറിലാണ്. അപ്പം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണ ഘട്ടത്തിൽ അതിൻ്റെ പരമോന്നത നയരൂപീകരണ സമിതിയായ പോളിറ്റ് ബ്യൂറോ, അന്ന് പോളിറ്റ് ബ്യൂറോ എന്നാണോ അത് പറയുന്നത്, അതോ നാഷണൽ കൗൺസിൽ എന്നാണോ? ആദ്യം ദേശീയ കൗൺസിൽ ഉണ്ട്, പക്ഷേ അത് മൊത്തം കൗൺസിലാണല്ലോ. ഈ എക്സിക്യൂട്ടീവ് എന്ന് പറയും, പാർട്ടി എക്സിക്യൂട്ടീവ്. ഈ എക്സിക്യൂട്ടീവ് ഇത് ഡൗൺ റോഡൻ പാർട്ടിയാണ്. പാവപ്പെട്ടവൻ്റെ ഉന്നമനത്തിനായി രൂപം കൊണ്ട വിപ്ലവ പ്രസ്ഥാനം. ഇതിൻ്റെ തലപ്പത്ത് വന്നവരെല്ലാം ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് വന്നവരാണെന്ന് ഒരു അതിശക്തമായ വിമർശനമുണ്ട്. എല്ലാ അംഗങ്ങളും ബ്രാഹ്മിൻസ് ആയിരുന്നു. അജയ് ഘോഷ് മുതൽ EMS വരെ, രാജേശ്വർ റാവു മുതൽ S.A. ഡാംഗെ വരെ. അങ്ങനെ പേര് പറഞ്ഞാൽ അത് ശരിയാണെന്ന് തോന്നുന്നു. പോളിറ്റ് ബ്യൂറോയിലെ 4 പേരും ബ്രാഹ്മണരായിരുന്നു. അപ്പോൾ ഈ നേതാക്കൾ BR അംബേദ്കറെ ചെന്ന് അദ്ദേഹം സഹകരിക്കണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോട് എന്ന് അഭ്യർത്ഥിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം അവരെ അഭിസംബോധന ചെയ്ത യു ബ്രാഹ്മിൺ ബോയ്സ് എന്നാണ് എന്നും കേട്ടിട്ടുണ്ട്. ഇത് എത്രമാത്രം വസ്തുതാപരമാണ്? സത്യത്തിൽ അങ്ങനെ അദ്ദേഹം വിമർശിച്ചതായിട്ട് കമ്മ്യൂണിസ്റ്റ് രേഖകളിൽ കാണാൻ കഴിയില്ല. അതിൽ വരില്ലല്ലോ. ഈ പെട്ടെന്ന് സുജാത എന്ത് ചോദിച്ചപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ആറ്റൻബറോയുടെ ഗാന്ധി
സിനിമയുണ്ടല്ലോ, അതിൽ ഈ പൂനെയിൽ പോയിട്ട് ഗാന്ധിയെ ആദ്യമായിട്ട് അംബേദ്കർ കാണുന്ന ആ രംഗമുണ്ട്. അംബേദ്കർ സംസാരിച്ചിട്ട് പോവുകയാണ്. പോയ ശേഷം മഹാദേവ് ദേശായിയോട് ഗാന്ധി പറയാണ്, ഐ തോട്ട് ഹീസ് എ ബ്രാഹ്മിൻ ഫ്രം പുനെ എന്ന് പറയുന്നുണ്ട്. അല്ല, അത് അദ്ദേഹം വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാണെങ്കിലോ ഒരു സ്കോളാരിറ്റിയെ അതെ, അല്ല സ്കോളറായ ആള് ബ്രാഹ്മണനെ ആകാവൂ എന്നും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അല്ല, ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ ആണെങ്കിലും എന്തായാലും ആ സിനിമയിൽ അല്ല, ഗാന്ധിജിയെ നമ്മൾ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ബ്രാഹ്മണൻ അല്ലാത്തവൻ ഇത്രയും സ്കോളറാകാൻ പറ്റില്ല എന്ന മുൻവിധി അല്ലായിരുന്നു. തിരിച്ച് അല്ല, നമ്മളല്ല സുജാതൻ, ആറ്റൻബറോയുടെ സിനിമയിൽ ഇപ്പൊ സവർക്കർ എന്ന് പറഞ്ഞ സിനിമയില് ഗാന്ധി ഒരു കോമാളി കഥാപാത്രമാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അതിൽ വരുന്ന രംഗങ്ങളിലൊക്കെ അവര് ചിത്രീകരിച്ചിരിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. ഇത് ഗാന്ധിക്ക് അനുകൂലമായ ഒരു ഡയലോഗാണ് ഗാന്ധി സിനിമയിലുള്ളതെന്ന് എനിക്ക് തോന്നിയില്ല അത് കാണുമ്പോൾ. അങ്ങനെ ഗാന്ധി എവിടെയെങ്കിലും പറഞ്ഞായിട്ട് രേഖകളിലുണ്ടോ? ഇത് ഇല്ലാത്ത സംഭവമാണ്. എന്തോന്നും എനിക്കറിയില്ല, കാരണം ആ ഭാഗത്ത് ഇത് ചേർത്ത് വെച്ചിട്ട് അതുപോലെ ഒന്നാണ് കമ്മ്യൂണിസ്റ്റുകാരെ പറ്റിയുള്ള ഈ ആരോപണം. അതെ, അദ്ദേഹം അതൊക്കെ നിരീക്ഷിക്കുന്ന ആള് തന്നെയായിരുന്നല്ലോ ആ കാര്യങ്ങളിലൊക്കെ. കാരണം അദ്ദേഹം അവസാനം മതം മാറ്റത്തിലേക്ക് വരുമ്പോ തന്നെ ഹിന്ദു മതത്തിൽ നിൽക്കണം അംബേദ്കർ. അതുകൊണ്ടാണ് ഹിന്ദു മതത്തിന്റെ ഒരു ബ്രാഞ്ച് എന്ന് കരുതാവുന്ന ബുദ്ധമതത്തിലേക്ക് പോകുന്നത്. കാരണം അദ്ദേഹത്തിന് ഹൈദരാബാദിൽ നൈസാം അന്ന് 5 കോടി രൂപ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിലേക്ക് ചേരാൻ. ഈ പണമൊന്നും വാഗ്ദാനം ചെയ്തില്ല, പക്ഷെ ബിഷപ്പുമാർക്കും ഒക്കെ താല്പര്യം ഉണ്ടായിരുന്നു. അത് ശ്രീനാരായണ ഗുരുവിനെ വരെ ക്രിസ്ത്യാനിയാക്കാൻ നോക്കി. അതാണ്. അപ്പോൾ അങ്ങനത്തെ ശ്രമങ്ങളുമൊക്കെ അങ്ങനെ ആ കാലത്ത് നടന്നിട്ടുണ്ട്. സുജാതൻ നേരത്തെ പറഞ്ഞ പോലെ 1925 കാൺപൂര് അന്നാണ് പാർട്ടി ഉണ്ടായതെന്ന് ഇപ്പോഴത്തെ CPI ബിനോയ് വിശ്വത്തിൻ്റെ ഡി രാജയുടെയും CPI വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ CPM വിശ്വസിക്കുന്നത് 1920 MN റോയ് താഷ്കെൻഡിൽ ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അന്നാണ് ഇത് സ്ഥാപിച്ചത്. ഒറിജിനൽ എന്നാണ് അവര് കരുതുന്നത്. കാരണം അത്രയും വർഷം കിട്ടുമല്ലോ. അങ്ങനെ ആണെങ്കിൽ ആ താഷ്കെൻഡില് രൂപീകരിച്ചതാണ് യഥാർത്ഥ പാർട്ടി എങ്കിൽ അത് ജിഹാദിന്റെ ഒരു ഉപോൽപ്പന്നമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ന് അതിൽ ചേരുന്ന മുസഫർ അഹമ്മദ് മുസഫർ അഹമ്മദിനെ പോലുള്ള ആളുകളുണ്ടല്ലോ, അതിലുള്ള മുസ്ലിം മതവിശ്വാസികൾ, അവരെ താഷ്കെൻഡിൽ ഓടിച്ചിട്ട് പിടിക്കുകയാണ് MN റോയ്. അത് ഓടിച്ചിട്ട് പിടിക്കാനുള്ള സൗകര്യം കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ ഇന്ത്യ വിട്ടിട്ട് തുർക്കിയിൽ ജിഹാദിന് പോയ ആളുകളാണ്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റേ ലോകമഹായുദ്ധത്തിന്റെ അവസാനം മറ്റേ തുർക്കിയെ വിഭജിച്ച് പല കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് തുർക്കി സുൽത്താൻ, അദ്ദേഹം മുസ്ലിങ്ങളുടെ ഖലീഫയുമാണെന്ന്. അപ്പൊ അദ്ദേഹത്തിന് തിരിച്ച് കസേരയില് സുൽത്താന്റെയും ഖലീഫയുടെയും ലോകമഹായുദ്ധത്തിന്റെ അവസാനം അദ്ദേഹത്തിനെ പുനഃസ്ഥാപിക്കുക, വീണ്ടും ഒരു ഖലീഫയെ ആ കസേരയിൽ ഇരുത്തുക. പക്ഷെ അങ്ങനെയാണെങ്കിൽ CPM MN റോയിയോട് കാണിച്ചത് നീതിയല്ല. കാരണം അവിടെ ലെനിൻ MN റോയിയെ ആ രൂപീകരണ ഘട്ടത്തിൽ വിശേഷിപ്പിച്ചത് കിഴക്കൻ സ്റ്റാർ എന്നാണ്. കിഴക്കൻ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്ന് MN റോയിയെ വ്ളാഡിമർ ലെനിൻ വിശേഷിപ്പിച്ചു. ആ MN റോയിയെ ഇന്ത്യയിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും അടുപ്പിച്ചില്ല. ഇല്ല, സത്യത്തിൽ ഈ വേറൊരു രസം എനിക്കിപ്പോൾ ഓർമ്മ വന്നത്, നമ്മുടെ ആസൂത്രണം പ്ലാനിങ് എന്ന് പറഞ്ഞ് നെഹ്റു ഒക്കെ പലതരത്തിൽ ഈ സോഷ്യലിസത്തിൽ നെഹ്റു ആ കാലത്ത് MN റോയ് ഉണ്ടാക്കിയ പ്ലാനിങ്ങിന്റെ പേരറിയാമോ? ജനകീയ ആസൂത്രണം എന്നാണ്, പീപ്പിൾസ് പ്ലാനിങ്. അപ്പൊ അത് റോയ് അന്നേ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ റോയ് അവർക്ക് അംഗീകരിക്കാനുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അദ്ദേഹം റാഡിക്കൽ ഹ്യൂമനിസം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് മാറി. പിന്നെ ധാരാളം ആരോപണങ്ങളുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ നിന്ന് പുറത്താക്കി. സ്റ്റാലിനൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് മറ്റേ ലെനിനെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അത് മറ്റേ സരോജിനി നായിഡുവിന്റെ സഹോദരനും ചാറ്റോ എന്ന് പറയുന്ന
വീരേന്ദ്രനാഥ് ചതോപാധ്യായ ലെനിനെ കണ്ടിട്ടുണ്ട് ആ കാലത്ത്. അപ്പോൾ ലെനിൻ്റെ മാത്രമല്ല അവിടുത്തെ ഒരു പാർട്ടി സമ്മേളനത്തിൽ ലെനിൻ്റെ സിദ്ധാന്തത്തെ എം.എൻ. റോയ് എതിർക്കുകയും ചെയ്തിരുന്നു. ഭേദഗതി അവിടുത്തെ പാർട്ടി കോൺഗ്രസ്സിൽ പ്രതിനിധിയായി പങ്കെടുക്കുമ്പോൾ അതിന് ഭേദഗതി നിർദ്ദേശിച്ച് വേറെ പ്രമേയം കൊണ്ടുവരികയൊക്കെ ചെയ്തു. ഈ എം.എൻ. റോയിക്ക് കേരളത്തിൽ ധാരാളം ആരാധകരുണ്ടായല്ലോ. ഇത് എം ഗോവിന്ദൻ മുതൽ തോമസ് മാത്യു വരെ. അപ്പോൾ ഇന്നും അവർ ജീവിച്ചിരിക്കുന്നുണ്ട്. അതിൻ്റെ ആരാധകരുടെ വൃന്ദം. അവരിൽ ചില ആളുകൾക്ക് ഒരു സമീപകാലത്ത് ഞാൻ എം.എൻ. റോയി ഒരു ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സഹയാത്രികയെ ബലാത്സംഗം ചെയ്തിട്ട് ആ കേസിൽ നിന്ന് രക്ഷപ്പെടാനാണ് മെക്സിക്കോയ്ക്ക് രക്ഷപ്പെട്ടത് റോയ്. എം.എൻ. റോയ് സമീപകാലത്തൊരു ഇംഗ്ലീഷ് പുസ്തകത്തിൽ ഇങ്ങനൊരു ആരോപണം വന്നിട്ടുണ്ട്. ഈ കാര്യം ഞാൻ കലാകൗമുദിയിൽ എഴുതിയപ്പോൾ ഇത്തരം ആളുകൾക്ക് വല്ലാത്ത വിഷമമുണ്ടായി. കാരണം ആരെയാണ് നമ്മൾ പിന്തുണച്ച് കൊണ്ടിരുന്നത് എന്നുള്ള കാര്യത്തിലൊരു അവർക്ക് ഷോക്കായിരുന്നു. അതെ അതെ അതെ. കാരണം അത് അവർ വിശ്വസിക്കാനും തയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും മെക്സിക്കോയിലേക്ക് അമേരിക്കയിൽ നിന്ന് പോകുന്നതിന്റെ പിന്നിൽ അലനെ കല്യാണം കഴിച്ച് അല്ലേ മെക്സിക്കോയിലേക്ക് പോയത്. മെക്സിക്കോയിൽ വെച്ചിട്ട് ബൊറോദിൻ എന്ന് പറഞ്ഞ ആളെ കാണുന്നു. സോവിയറ്റ് യൂണിയനിലേക്ക് ഒരു ലിങ്ക് ഉണ്ടാക്കി കൊടുക്കുന്നൊക്കെ ഈ ബൊറോദിൻ എന്ന് പറഞ്ഞ ആളാണ്. മെക്സിക്കോയില് എം.എൻ. റോയ് താമസിക്കുന്ന സ്ഥലം ഇപ്പൊ ഒരു ബാറാണ്. ശരി, അവിടെ പോയിട്ടുണ്ടോ? ഇല്ല അല്ലേ. അല്ല, കേരളത്തിൽ ബാരിസ്റ്റർ എ.കെ. പിള്ള കോൺഗ്രസ് വിട്ടിട്ട് എം.എൻ. റോയിയുടെ ആരാധകനായി, അനുയായിയായി. അദ്ദേഹം നടത്തിയിരുന്ന പത്രത്തിൽ തുടർച്ചയായി ലേഖനം എഴുതുകയും സ്വരാട്ട്. അപ്പോൾ ആ തരത്തിൽ കോൺഗ്രസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒരുപോലെ ഉള്ള ചിന്താശേഷിയുള്ള ആളുകളെ ആകർഷിക്കുന്ന ഒരു ബൗദ്ധിക കേന്ദ്രമായിരുന്നു. അതായിരുന്നു ഒന്നാമത് അദ്ദേഹത്തിന് ഈ ഒരു ഓറ ഉണ്ടായിരുന്നല്ലോ. അവിടെയൊക്കെ പോയിട്ട് ലെനിനെയൊക്കെ കണ്ട് ഇന്ത്യൻ വിപ്ലവം എങ്ങനെയാണെന്ന് ആസൂത്രണം ചെയ്തൊക്കെ വന്നിരിക്കുന്ന ഒരാളല്ലേ. പിന്നെ ഗാന്ധിയുടെ വിമർശനം, പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് അറിയില്ല അദ്ദേഹം. പിന്നെ ഇന്ത്യയിൽ വന്ന് പ്രവർത്തിക്കുകയാണ്. കോൺഗ്രസിന്റെ പന്തലിലൊക്കെ പോയിട്ട് സ്വന്തമായ പുസ്തകം എഴുത്ത്, പ്രസ്ഥാന രൂപീകരണം, ഈ റാഡിക്കൽ ഹ്യൂമനിസം വരുന്നത്. സ്വന്തമായി പത്രം മാസികയൊക്കെ ഇറക്കുന്നുണ്ട്. എം ഗോവിന്ദനെ പോലുള്ളവർ അതൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് തൃശ്ശൂരിൽ റഹീം എന്ന് പറഞ്ഞ ഒരാൾ, എം റഷീദ് ഉണ്ടായിരുന്നു, കോഴിക്കോട്ട്. അപ്പം അങ്ങനെ അദ്ദേഹം ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പിളർപ്പിൻ്റെ കാലത്ത് ഈ വിഭാഗീയത വരുമ്പോൾ ഉൾപാർട്ടി രഹസ്യങ്ങളൊക്കെ പുറത്തേക്ക് ലീക്ക് ചെയ്യപ്പെടുമല്ലോ. അങ്ങനെ പിളർപ്പിൻ്റെ കാലത്ത് ഒരുമാതിരി സാധനങ്ങളൊക്കെ ലീക്ക് ചെയ്ത് വന്ന് ലിങ്കിലാണ് ഇടത്തട്ട നാരായണൻ്റെ. അപ്പോൾ ഈ 48 ഈ രണദീപയുടെ കൽക്കട്ട തീസീസ് വരുന്നു. അപ്പോൾ കൽക്കട്ട തീസീസ് വന്നതിനെ തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിക്കാനിടയാകും. നിരോധനം പിന്നെ തെലുങ്കാന വെടിവെപ്പും രക്തസാക്ഷി ഉണ്ടാകുന്ന തരത്തിലേക്ക് മാറുകയും അവസാനം ജനാധിപത്യ വ്യവസ്ഥയിൽ ഈ പ്രസ്ഥാനം പ്രവർത്തിച്ച് ഇന്ത്യൻ സാഹചര്യവുമായിട്ട് ഒത്തുപോകണമെന്ന് രണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും തോന്നിയ സന്ദർഭം അതെന്താണെന്ന് വെച്ചാൽ 1948 കൽക്കട്ട തീസിസ് ഒക്കെ ഈ രണദീപയെ പുറത്തിറക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് പാർട്ടി അംഗീകരിച്ചിട്ടില്ല. കിട്ടിയത് ബൂർഷ്വാ സ്വാതന്ത്ര്യമാണ്. ഓഗസ്റ്റ് 15 കരിദിനം ആചരിച്ചുവല്ലോ പാർട്ടി. അതെ, മാത്രമല്ല ഈ ആദ്യമേ പാകിസ്ഥാൻ രൂപവൽക്കരണത്തെ അനുകൂലിച്ചത് പാർട്ടിയാണ്. ജി അധികാരി പാകിസ്ഥാൻ തീസിസ് എന്ന് പറഞ്ഞൊരു തീസിസ് തന്നെ, അന്ന് തീസിസുകളാണ്. അപ്പൊ തീസിസ് എഴുതി അത് സ്വയം നിർണയാവകാശം എന്ന് പിന്നീട് കെ വേണുവിനെ പോലുള്ള നക്സലുകളൊക്കെ പറയുന്ന ഒരു സംഗതിയില്ലേ. അങ്ങനെ സ്വയം നിർണയാവകാശം മുസ്ലിങ്ങൾക്കുണ്ട്, അതുകൊണ്ട് പാകിസ്ഥാൻ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാനെ കലകൂട്ടി അംഗീകരിച്ച് ജി അധികാരി, ഗംഗാധർ അധികാരി, ജർമ്മനിയിലെ ഹൈഡൽബർഗിൽ യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിച്ച ആളാണ്, കെമിസ്ട്രിയിൽ ഡോക്ടറേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു, ഡോക്ടർ അധികാരി. അദ്ദേഹം തീസിസ് എഴുതിയിരുന്നു. അപ്പോൾ അങ്ങനെ പാകിസ്ഥാനെ അനുകൂലിച്ചു.
ഈ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചില്ല. 1950 തോന്നുന്നു പാലക്കാട് കോൺഗ്രസ്സിൽ വെച്ചിട്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതായിട്ട് അംഗീകരിക്കണമെന്ന് രാജേശ്വര റാവു, കെ ദാമോദരൻ അവർ പാർട്ടി കോൺഗ്രസ്സിൽ ബദൽ പ്രമേയമൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെയാണ് ഈ സ്വാതന്ത്ര്യം അംഗീകരിക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് തന്നെ അവർ പോകുന്നത്. അപ്പോൾ സായുധ സമരമാണല്ലോ 1948 കൽക്കട്ട തീസിസിന്റെ ഉള്ളടക്കം. അതിനെ തുടർന്നാണ് ഇവിടെ പുനഃപ്രവയലാർ, തെലങ്കാന, ഈ 2 സമരങ്ങളുടെ ആധാരം അതാണ്. ഈ കുന്തക്കാരൻ പത്രോസ് ഡിക്റ്റേറ്റർ എന്നുള്ള നിലയ്ക്ക് പെരുമാറുന്നതും പി കൃഷ്ണപിള്ളയുടെ സംശയാസ്പദമായ മരണം സംശയാസ്പദമാണ്. അത് സംശയാസ്പദമായിട്ടാണ് വെച്ചിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സുജാതിൻ്റെ അക്കാര്യത്തിൽ ചിലപ്പോൾ കൂടുതൽ പറയാൻ കഴിയും. ഈ മുഹമ്മദ് ഭാഗത്തൊക്കെ ഈ സമയത്തൊക്കെ പാമ്പുണ്ടോ? അതങ്ങനെ പാമ്പ് വരുന്ന സ്ഥലമല്ല, പാമ്പുകൾ വളരുന്ന സ്ഥലമല്ല എന്ന് പറയുന്നവർ പോലും ഉണ്ട്. അതുകൊണ്ട് രാവിലെ 10:30 എസ് എൽ പുരം സദാനന്ദന് ആണ് അത് ആധികാരികമായിട്ട് പറയാൻ കഴിയുന്ന ഒരാൾ. അദ്ദേഹം ഒന്നും രേഖപ്പെടുത്തി വച്ചില്ല. പക്ഷേ പാമ്പ് കടിയേറ്റു എന്ന് പറയുന്ന വീട്ടിൽ അദ്ദേഹം എന്തിനു പോയി എന്നതിനെപ്പറ്റി ഒരു മർമറിങ് സ്റ്റോറിയുണ്ട്. അത് നമുക്ക് പൊതുവേദിയിൽ ചർച്ച ചെയ്യാവുന്നതല്ല. പക്ഷേ അദ്ദേഹം മരിച്ചതിൻ്റെ അല്ലെ അദ്ദേഹത്തിന് ഒരു ദുരൂഹത അതിനകത്ത് നിലനിൽക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതെന്താന്ന് വെച്ചാൽ അതും പറയാമോ എന്നുള്ളത് എനിക്ക് സംശയമാണ്. എന്താന്ന് വെച്ചാൽ എന്നാലും എന്നെ കൊണ്ട് ആകുന്നത് പോലെ മിതമായിട്ട് പറയാം. പി നാരായണൻ നായരുടെ ആത്മകഥയിൽ ഒരു വാചകമായിട്ടേ അതിൽ പറയുന്നുള്ളൂ. കാരണം എന്താന്ന് വെച്ചാൽ പി കൃഷ്ണപിള്ള എടലാക്കുടി പോലീസ് ലോക്കപ്പിലായിരുന്നല്ലോ. ആ സമയത്താണ് തങ്കമ്മയായിട്ട് പ്രണയത്തിൽ വരുന്നത്. അവര് മറ്റേ സുചീന്ദ്രം ക്ഷേത്രത്തിലെ സ്ഥാനി കുടുംബത്തില്, പൂജാരിമാരുടെ കുടുംബമല്ല, ഗോപകുമാറിന്റെ അമ്മയല്ല. അതെ, സ്ഥാനി എന്ന് പറയുന്നത് രാജാവ് ആ കാര്യങ്ങൾ നോക്കാൻ ഏൽപ്പിക്കുന്ന കുടുംബം ആണ്, പെട്ടവരാണ്. അപ്പോൾ ഈ തങ്കമ്മയെ കല്യാണം കഴിച്ചിട്ടാണ് പി കൃഷ്ണപിള്ള അന്ന് കമ്മ്യൂൺ സ്ഥാപിച്ചിരിക്കുക കോഴിക്കോട്. നാരായണൻ നായരൊക്കെ ആ കമ്മ്യൂണില്ല. EMS ആര്യാന്തർജനം അവരൊക്കെ ആ കമ്മ്യൂണിൽ താമസിക്കുക. ദമ്പതിമാർക്കൊരു മുറി കൊടുക്കും, ബാക്കിയുള്ളവരൊക്കെ വരാന്തയിലൊക്കെ പായൊക്കെ വിരിച്ച് കിടക്കുക എന്നുള്ളതാണ് ഈ കമ്മ്യൂൺ സംവിധാനം. ദാരിദ്ര്യമാണ്. അപ്പോൾ ഈ കൃഷ്ണപിള്ള വരുമ്പോൾ തന്നെ ഈ തങ്കമ്മയെ പറ്റി പാർട്ടിക്കകത്ത് കൃഷ്ണപിള്ളയുടെ എതിർച്ചേരി, EMS ചേരി എന്ന് പറയാം നമുക്ക്, ഈ എതിർച്ചേരി പരിദൂഷണം പറഞ്ഞു പരത്തിയിരുന്നു. ഒരു വാചകം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതേപ്പറ്റി വേറെ പലയിടത്തും കുറച്ച് കൂടുതലും ഒക്കെ ഉണ്ട്. കാരണം EMS അന്ന് പാർട്ടിയുടെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുക അവിടെ കോഴിക്കോട്. EMS ഒരാളെ തങ്കമ്മയ്ക്ക് കൃഷ്ണപിള്ള അയച്ച കത്തുകൾ ശേഖരിക്കാൻ അയച്ചിരുന്നു. പോയി തങ്കമ്മയോട് ചോദിക്കുന്നുണ്ട്, തങ്കമ്മ അത് നിരസിക്കുന്നുമുണ്ട്. ഇതൊക്കെ നടന്ന സംഭവങ്ങളാണ്. അപ്പൊ കൃഷ്ണപിള്ളക്കെതിരെ ഒരു പാർട്ടിക്കകത്ത് അന്നുണ്ട് ശക്തമായ മൂവ്. അതുകൊണ്ടാണ് അത് സംശയാസ്പദമാണെന്ന് പറയാം. ഈ പുന്നപ്രവയലാറിനെ പറ്റി പറഞ്ഞപ്പോൾ പുന്നപ്രവയലാർ 46-ലാണ്. അത് സ്വാതന്ത്ര്യ സമരമാണോ അല്ലയോ എന്നുള്ള തർക്കമൊക്കെ ഉണ്ട്. കാരണം സ്വാതന്ത്ര്യ സമരവുമായി അതിന് ബന്ധമില്ല എന്ന് പറയാൻ പ്രധാന കാരണം അപ്പോൾ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള സെപ്റ്റംബർ 2 അധികാരത്തിൽ വന്നു. ഒക്ടോബറിലാണ് ഇത് നടക്കുന്നത്, 46. അപ്പോൾ ഇന്ത്യക്കാരൻ ഭരണം തുടങ്ങിയതിന് ശേഷം എന്ത് സ്വാതന്ത്ര്യ സമരം? ഇതാണ് അതിൻ്റെ യുക്തി. പക്ഷേ നമുക്ക് അതിൽ പങ്കെടുത്തവർക്ക് സ്വാതന്ത്ര്യ സമര പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോഴും അത് വാങ്ങുന്നവരുണ്ട്. അതവിടെ നിൽക്കട്ടെ. കമ്മ്യൂണിസ്റ്റുകാർക്ക് യഥാർത്ഥത്തിൽ ഒന്നാകാൻ ഇനിയും എന്താ വിഷമം? അല്ല, ഒന്നാകാനുള്ള വിഷമം ഞാൻ നേരത്തെ പറഞ്ഞത് സ്വത്ത്, അധികാരം, സ്വത്താണ്. CPIയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത് വീതിക്കാനുള്ള വിഷമം വലിയ വിഷമാണ്. അത് നമ്മൾ വേറൊരു സ്ഥലത്തും കാണും. സഭയിൽ ക്രൈസ്തവ സഭയിൽ ഈ ഭാവാകക്ഷിക്കും പത്രാം കക്ഷിക്കും ഒന്നാകാൻ എന്താ പ്രയാസം? അതേ യുക്തിയാണിത്. ഭാവാകക്ഷിക്കും പത്രാം കക്ഷിക്കും എന്തുകൊണ്ട്
യോജിച്ചുകൂടാ. ഒന്നിന് സമ്പത്ത് കൂടിപ്പോയി എന്നതാണ് അതെ, പ്രധാന കാര്യം. എങ്ങനെയാണ് ഈ ദരിദ്ര കുടുംബത്തിൽ നിന്ന് സമ്പന്നൻ പെണ്ണെടുക്കുക എന്നൊക്കെ ചോദിക്കില്ലേ? അതെ 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 എന്ന് പറഞ്ഞ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ രണ്ടുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കുക, ഇക്വാളിറ്റി എന്ന് പറയുന്ന സാധനം പാർട്ടി ഉപേക്ഷിച്ചു എന്നല്ലേ എൻ്റെ ചുരുക്കത്തിലുള്ള ഒരർത്ഥം. രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അദ്ദേഹം വെൽത്ത് ഡിസ്ട്രിബ്യൂഷൻ ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ EMS AKG ഇങ്ങനത്തെ ആളുകളിൽ നിന്ന് നമ്മൾ അങ്ങനെ കമ്മ്യൂണിസ്റ്റുകാരായിട്ട് കരുതേണ്ടതില്ല, പേടിക്കേണ്ടതില്ല എന്ന് ഡീക്ലാസിഫൈ ചെയ്ത CIA ഡോക്യുമെൻസിലുണ്ട്. അവരിങ്ങനെ സംസാരിച്ചൊക്കെ നടന്നോളും. അവർ സത്യത്തിൽ പാർലമെൻ്ററി ഡെമോക്രസിയുടെ ആളുകളാണെന്ന്, അവർ സായുധ വിപ്ലവമൊന്നും നടത്താനൊന്നും പോകുന്നില്ല എന്നൊക്കെയാണ് ഇവർ ഈ അത് KGB ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകാർ ഉപയോഗിച്ചത് എഡ്യൂക്കേറ്റഡ് ഫൂൾസ് എന്ന നിലയിലായിരുന്നു. അപ്പോൾ KGBക്ക് അത് കാരണം ഇവർ കോൺഗ്രസ്സുകാരാണല്ലോ അടിസ്ഥാനപരമായി. അതെ അതെ അതെ. അപ്പോൾ ഇവർക്ക് സോവിയറ്റ് യൂണിയന് അന്ന് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിന് ആയുധമാക്കാനാണ് ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ, പ്രത്യേകിച്ച് അതിൻ്റെ ഇൻ്റലക്ച്വൽ വിഭാഗത്തെ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യം കഴിഞ്ഞവരെയും കളയുകയും ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ അല്ലാതെ ഇവർ ഇവിടെ സായുധ വിപ്ലവം ഉണ്ടാക്കുമെന്നോ ഒരു ക്ലാസ്ലെസ് സൊസൈറ്റി ക്രിയേറ്റ് ചെയ്യുമെന്നോ ഈ നിലപാടുണ്ടല്ലോ. ആ സമയത്ത് രണ്ട് ചേരികളായിട്ട് നിന്ന് ഫൈറ്റ് ചെയ്തല്ലോ ഈ 48 ആ പീരീഡിലൊക്കെ. അത് കഴിഞ്ഞിട്ട് ജോഷി പോയി സ്റ്റാലിനെ കാണുന്നുണ്ട്, ഇവിടുന്നൊരു സംഘം, ചെറിയ സംഘം, ഭൂപേഷ് ഗുപ്ത. അപ്പോൾ സ്റ്റാലിൻ പറയുന്നത്, നിങ്ങൾ ഇന്ത്യക്ക് പറ്റിയ നയം അവിടെ നിങ്ങളങ്ങ് ചർച്ച ചെയ്തെടുത്താൽ മതി, ഇതും ചോദിച്ച് ഇങ്ങോട്ട് എന്തിനാ വരുന്നതെന്നാണ് സ്റ്റാലിൻ ചോദിച്ചത്. ഞാനിത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഈ മതത്തെക്കുറിച്ച് മാർക്സ് പറഞ്ഞ ഒരു കാര്യത്തെ പറ്റി, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന അർത്ഥത്തിൽ മതം നിഷിദ്ധമാണ് എന്നാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കുന്നത്. കാറൽ മാർക്സ് എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? അതല്ല, അത് മറ്റേ വല്ലാതെ വേദനിക്കുന്നവന് വേദന സംഹാരിയാണെന്നുള്ള വാചകമൊക്കെ അതിന് മുമ്പുണ്ടല്ലോ. അതെ അതെ അതെ. ഇതൊരു ട്രാൻസ്ലേഷൻ പിശകല്ലേ? ട്രാൻസ്ലേഷൻ, പുതിയ ട്രാൻസ്ലേഷൻ സുജാതൻ ചോദിച്ചപ്പോൾ ആ പുതിയ ട്രാൻസ്ലേഷൻ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഈ ഒറിജിനൽ ജർമ്മനും ഈ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മാർക്സിന്റെ ഒറിജിനൽ അല്ല ആ വാചകം. ആ വാചകം അതിനു മുമ്പ് ഒരു നോവലിൽ റിലിജിയൻ ഈസ് ദ സൈ ഓഫ് ദ ഒപ്രസ്ഡ് ക്രീച്ചർ, അതെ, ഹാർട്ട് ഓഫ് ദ ഹാർട്ട്ലെസ് വേൾഡ്, അതെ, ആൻഡ് ഇറ്റ് ഈസ് ദ ഓപ്പിയം ഓഫ് ദ മാസ്. അതെ. അപ്പം കഷ്ടപ്പെടുന്ന ആളുകളുടെ ദീർഘനിശ്വാസമാണ് അല്ലേ? അതെ. ഹൃദയമില്ലാത്ത ലോകത്തിൻ്റെ ഹൃദയമാണ്. അതെ. അത് പിന്നെ വേദന സംഹാരിയാണ്. അതെ. ഓപ്പിയം എന്ന് പറഞ്ഞാൽ 18-ാം 19-ാം അതാണ് ഈ ഞാൻ വായിച്ച പുതിയ ട്രാൻസ്ലേഷനിൽ ഓപ്പിയം എന്നല്ല, വേദന സംഹാരി വാക്കാണ്. അല്ല, 19-ാം നൂറ്റാണ്ടിൽ ഇത് അതങ്ങനെ ഉപയോഗിച്ചിരുന്നു. ഓപ്പിയം കൊടുത്തിരിക്കുന്നത് മയക്കാനാണ്, രോഗികൾക്ക് വേദന മാറ്റാനാണ് മയക്കാൻ കൊടുക്കുന്നത്. ആ ഓപ്പിയമാണ് മതം എന്ന് പറഞ്ഞാൽ അത് വെറുക്കേണ്ടതല്ലോ, ഇഷ്ടപ്പെടേണ്ടതല്ലേ? ഇഷ്ടപ്പെടേണ്ട മാത്രമല്ല, ഈ തിരുവിതാംകൂറിലും ഈ കറുപ്പ് അതിന് കുത്തകാവകാശം മറ്റേ ലേലം ചെയ്തെന്നുള്ള മട്ടിൽ കൊടുക്കുന്നുണ്ടല്ലോ. പിന്നെ മാത്രല്ല എനിക്ക് തോന്നുന്നത് ആ സുകുമാരൻ നായരില്ലേ, BC ഒക്കെ ആയിരുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഒരു കാലത്ത് അത് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ. ഞാൻ അങ്ങനെ വായിച്ചിട്ടുണ്ട്. ഇവിടെയും അത് അങ്ങനെ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, വേദന സംഹാരിയായിട്ട്. അതെ അതെ അതെ. അപ്പോൾ കറുപ്പ് മനുഷ്യന്റെ ആശ്വാസമാണ്, അത് പിന്നെ നിഷിദ്ധമല്ല. മാർക്സാണത് പറഞ്ഞത്. മതം മനുഷ്യന്റെ, കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ ഒരു അത്താണി എന്നുള്ള അർത്ഥത്തിൽ. ഇത് K.ദാമോദരൻ ട്രാൻസ്ലേറ്റ് ചെയ്തല്ലേ ഇത് മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞത്. മയക്കുമരുന്നായിട്ടാണ് ട്രാൻസ്ലേഷനിൽ വന്നത്. മയക്കുമരുന്നാണെങ്കിലും അത് ആവശ്യമുള്ള മയക്കുമരുന്നുള്ളത്. അപ്പോൾ ഇതിനെ തെറ്റിദ്ധരിച്ച് മാർക്സ് മതവിരുദ്ധനാണെന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവുമില്ലല്ലോ. മാർക്സ് ഈ ക്രിസ്തു മതത്തിന്റെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗത്തിൽ അംഗമായിരുന്ന ആളല്ലേ? മാർക്സ് സത്യത്തിൽ ജൂതനായിരുന്നു. പിന്നീട് ക്രിസ്തു മതത്തിന് വേണ്ടി അവിടത്തെ ക്രിസ്തു മതം ഇംഗ്ലണ്ടിൽ ജനിച്ച സ്ഥലത്ത്, ജർമ്മനിയിൽ ജനിച്ച സ്ഥലത്ത്,
മാർസിന്റെ പിതാവ് ഈ മാർസിന് 6 വയസ്സുള്ളപ്പോഴോ മറ്റോ ആണ് അവർ ക്രിസ്തു മതത്തിൽ ചേരുന്നത്. ഒറിജിനലി മറ്റേ ജൂതന്മാരാണ്. ദ ജൂയിഷ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ട് പുസ്തകമൊക്കെ ഉണ്ടല്ലോ. അന്ധനായ മാർസ് എന്ന പേരിൽ താങ്കൾ ഒരു മാർസിനെ വിലയിരുത്തിക്കൊണ്ട് ഗംഭീരമായൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാനത് വായിച്ചു. അപ്പോൾ അതിൽ ഈ കഥയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹെഗലിൽ നിന്ന് എങ്ങനെയാണ് ഇദ്ദേഹം പരിണമിച്ചതെന്നും ഈ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മണ്ടൻ സിദ്ധാന്തം എങ്ങനെയാണ് അവതരിപ്പിച്ചതെന്നും. അപ്പോൾ അത് ഈ സന്ദർഭത്തിൽ ആനുഷംഗികമായി ഓർത്തന്നേ ഉള്ളൂ. അതുകൂടെ വെച്ചുകൊണ്ട് ഇനി മാർസ് എന്ന് പറഞ്ഞാൽ ഒരു ഇറലവൻറ്റ് ഫിഗറും മാർസിസം ഒരു ഇറലവൻറ്റ് തത്വചിന്തയുമായി കഴിഞ്ഞില്ലേ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മാർസിൻ്റെയും കമ്മ്യൂണിസത്തിൻ്റെയും പേരിൽ നിലനിൽക്കുന്ന പ്രസ്ഥാനം 60 വർഷം മുമ്പ് പിളർന്നെങ്കിൽ അതിനെന്ത് അത്ഭുതം. എന്നിട്ടും ഇപ്പോഴും അത് ആ പേരുകളിലൊക്കെ ഇങ്ങനെ നിലനിൽക്കുന്നെങ്കിൽ അതിനേക്കാൾ വലിയ അത്ഭുതമുണ്ട്. ഇതിൻ്റെ ഭാവി എവിടെ? അതിൻ്റെ ഭാവി സത്യത്തിൽ അതിന് ഭാവി ഇല്ല. അത് മുരടിച്ചു കഴിഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡിജിറ്റൽ വേൾഡാണ് നമ്മുടേത് ഇപ്പോൾ. ഇത് മാനുവൽ ലേബറിനെ പറ്റി പറയുന്ന കൺസെപ്റ്റ് ആണല്ലോ മാർക്സിസം. മിച്ച മൂല്യം. ആകെ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത മാർക്സ് ഒരു ഒറിജിനൽ തിങ്കർ അല്ല, മൗലിക ചിന്തകനല്ല. അതുകൊണ്ടാണല്ലോ ഈ കോപ്പി അടിച്ച ഭാഗങ്ങളൊക്കെ ഞാൻ അതിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഹെഗലിൽ നിന്നുള്ള കോപ്പിയടിയും ഫോയർ ബാക്കിൽ നിന്നുള്ള കോപ്പിയടിയും ഒക്കെ. ഈ സർപ്ലസ് വാല്യൂ എന്നൊക്കെ പറയുന്നത് ആഡം സ്മിത്ത് എന്നൊക്കെ പറയുന്ന ഇക്കണോമിസ്റ്റിന്റെ ഭാഗത്ത് നിന്ന് എവിടുന്നെങ്കിലും വന്നതായിരിക്കും. എന്തെങ്കിലും ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഭാഗം വരുന്നത് ഈ സർപ്ലസ് വാല്യൂ. പക്ഷെ അത് ആലോചിച്ച് നോക്കുമ്പോൾ മണ്ടത്തരമാണല്ലോ. കാരണം ആർക്ക് വേണമെങ്കിലും മുതലാളി ആകാവുന്നതല്ലേ ഉള്ളൂ. ഡിവിഷൻ മാനവരാശിയെ രണ്ടായിട്ട് വിഭജിക്കുന്നത് അസംബന്ധമാണല്ലോ. ആർക്കും ഒരു എന്റർപ്രൈനർ ആവാനുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്തുണ്ടല്ലോ. അതിന് മുതൽ മുടക്ക് പോലും ഇല്ലാതെ തന്നെ ആന്റർപ്രൈനർ ആകാനായിട്ട് ഡിജിറ്റൽ യുഗത്തിൽ ഓൺലൈനിൽ സാധ്യമാണെന്നൊക്കെ തെളിഞ്ഞു കഴിഞ്ഞല്ലേ. നിങ്ങളൊരു ക്യാപിറ്റലിസ്റ്റ് ആകേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ. അങ്ങനെയല്ലേ ഈ മറ്റേ സ്റ്റാർട്ടപ്പുകളൊക്കെ വന്നിട്ട് അതിൽ യൂണിക്കോണൊക്കെ ഉണ്ടായിരിക്കുന്നത്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ 100 കോടി രൂപ വാല്യൂവിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാർട്ടപ്പുകളാണ്. അതിൻ്റെ 100 എണ്ണം ഉണ്ട് ഇപ്പോൾ. കൊച്ചു പിള്ളേര് ശതകോടീശ്വരന്മാരായിരിക്കുന്നു ഇല്ലേ? അല്ല, മാറുന്ന ലോകത്തിൽ പ്രത്യേകിച്ചും കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് കയ്യിലുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതോടുകൂടി മാർക്സിസത്തിന്റെ റെലവൻസ് തന്നെ പോയി. കാരണം വർക്കേഴ്സ് ഓഫ് ദ വേൾഡ് യുണൈറ്റ് എന്ന് പിന്നെ എങ്ങനെ പറയും? കമ്പ്യൂട്ടറാണ് പണിയെടുക്കുന്നത്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് ജോലി ചെയ്യുന്നത്. യുദ്ധം ചെയ്യാൻ പോലും റോബോട്ട് കൈകൊണ്ട് ജോലി ചെയ്യുന്നവരുടെ കാലത്തെ പറ്റിയാണ്. അപ്പോൾ റോബോട്ട് യുദ്ധമുഖത്ത് പോലും പ്രവർത്തിക്കാൻ പോകുന്ന കാലത്ത് കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ ഒരു കാലഹരണപ്പെട്ട സിദ്ധാന്തമാണ്. അതുകൊണ്ടാണ് അവർ ഈ പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനും എം പി ഗോവിന്ദനും ഒക്കെ പങ്കാളിത്ത ജനാധിപത്യം. അങ്ങനെയാണ് ഈ കുംഭകോണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഈ കരിമണല്, എക്സാലോജിക്ക്, എന്നിട്ട് ഈ കള്ളം പറയുക, വാ തുറന്നാൽ കള്ളേ പറയുള്ളൂ. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ കാര്യമൊക്കെ നോക്കുക. വലിയ പട്ടികയുണ്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെ കമ്പനികളിൽ നിന്ന് ഇവർ കോടിക്കണക്കിന് രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്ന്, ഇലക്ട്രൽ ബോണ്ട് അല്ലാതെ. അപ്പോൾ നമ്മൾ പോയും വയലെല്ലാം നമ്മുടേതാകുന്നത് ആകും പൈങ്കിളിയെ എന്ന പാട്ട് മാറ്റി എഴുതാൻ എപ്പോൾ പറ്റും? അത് മറ്റേ റഫീഖ് അഹമ്മദ് ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ മാറ്റി എഴുതാവുന്നതല്ലേ ഉള്ളൂ. പാട്ട് മാറ്റി എഴുതാം. ഞാൻ അതിൻ്റെ അന്തസ്സത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം പാട്ടുകളിലൂടെ ഒരു കാൽപ്പനിക കാലത്തിലേക്ക് നമ്മൾ കൊയ്യുന്നതെല്ലാം എന്നുള്ളടത്ത് വേറൊരു വാക്ക് ചേർക്കണം. നമ്മളിൽ ചിലർ കൊയ്യുന്നതെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ. നമ്മളിൽ ചിലരുടേതാകും ചിലരുടേതാകും. ഏതായാലും ഇത് തമാശയാണെങ്കിലും ഇന്ത്യയിലെ വളരെ ഗൗരവതരമായി ആരംഭിച്ച ഒരു പ്രസ്ഥാനത്തെ കുറിച്ചുള്ള ഒരു ചർച്ച ഈ തരത്തിൽ നീണ്ടുപോയതിൽ വളരെ സന്തോഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.